ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും അതായത് ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മിക്ക സംഭവിക്കുന്ന കംപ്ലൈൻറ്റുകളൊന്നാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പൈപ്പ് അത് വാട്ടർ ലൈനിൽ ഡ്രില്ല് കയറുന്നതായിട്ട് മിക്കപ്പോഴും കംപ്ലയിൻറ്റ്സ് കാര്യം അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നതാണ്. ബാത്റൂമിൻ്റെ പൈപ്പ് പോകുന്ന അതായത് നമ്മളെല്ലാം തന്നെ CPC പൈപ്പ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകളാണ് ഇടേണ്ടത്. അതെന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അത് CPVCയുടെ പൈപ്പുകളാണ് ബാത്റൂമിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ പൈപ്പുകൾ പോകുന്ന പൊഴി കാര്യങ്ങളെല്ലാം വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കുക, നമ്മുടെ ബാത്റൂമിൻ്റെ ലെവൽ നോക്കുക. കണ്ട, ഇതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ലെവൽ. ആ റൂമിൻ്റെ ലെവലിൽ നിന്നും ഏകദേശം 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചോളം താത്തി ഇട്ടിട്ടാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ലെവൽ കീപ്പ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ അത് ബാത്റൂമിൻ്റെ ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലോർ ലെവൽ അതായത് റൂമിൻ്റെ ലെവൽ, ആ ലെവലിൽ നിന്നും 2 ഇഞ്ച് കനം നമ്മുടെ ടൈല് വരും. അതിൽ നിന്നും ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് താഴ്ന്നാണ് നമ്മുടെ ബാത്റൂം നിൽക്കേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം നിൽക്കേണ്ടത് നമ്മുടെ റൂമിൽ നിന്നും ഒരു ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് താഴ്ന്നാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ലെവൽ കണ്ടോ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ആ ബെൽറ്റിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യുക. അതിൽ നിന്നും 30 സെൻറ്റിമീറ്റർ നേരെ മുകളിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ആ ലൈൻ മാർക്ക് ചെയ്ത് മൊത്തം ഒരു സ്പ്ലിറ്റ് ലെവൽ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫുൾ ലൈൻ വരയ്ക്കുക. അതിലൂടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന വാട്ടർ ലൈനായിട്ട് വരുന്ന പച്ചവെള്ളത്തിൻ്റെ വെള്ളം കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് റൂമിൻ്റെ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. അത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂം 2 ഇഞ്ച് പൊങ്ങി വരും, ടൈൽ ടൈം 2 ഇഞ്ച് പൊങ്ങി വരും. അപ്പോൾ ആ സെയിം ലെവൽ ഇപ്പോൾ നിൽക്കുന്ന ആ ബെൽറ്റിൻ്റെ ലെവലായിരിക്കും, ആ ഫ്ലോറിൻ്റെ ലെവലായിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ലെവൽ. അപ്പോൾ നമ്മൾ 30 സെൻറ്റിമീറ്റർ നമ്മൾ ഈ ലെവലിൽ ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം മുകളിലേക്ക് വരുന്ന നോർമൽ ലെവലിൽ വരുന്ന ഏരിയകളെല്ലാം നമ്മൾ വെട്ടി ക്ലിയർ ചെയ്ത് പൈപ്പ് ഇടുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആര് വന്നാലും ഏത് ബാത്റൂമിൻ്റെ അകത്ത് എങ്ങനത്തെ ഉള്ള ഫിറ്റിങ്സുകൾ, ഗ്ലാസിൻ്റെ പാർട്ടീഷനോ എങ്ങനത്തെ ഫിറ്റിങ്സ് വന്നാലും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റായിട്ട് കീപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആര് വന്നാലും നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്നും അതായത് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്നും ആണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. ആ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്നും 30 സെൻറ്റിമീറ്റർ മുകളിലേക്ക് നമുക്ക് ഈ പറയുന്ന പൈപ്പുകൾ പോയിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ശ്രദ്ധിക്കുക, നമ്മുടെ ബാത്റൂമിൻ്റെ അതായത് ഫിനിഷിംഗ് ലെവൽ, ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുമല്ലോ, അതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ലെവൽ ഒന്ന്. ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ ടൈലെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മുടെ പൈപ്പുകൾ നേരെ കുറുകെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ഡ്രില്ല് മാറ്റി ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും ഡ്രില്ല് കാര്യങ്ങളൊന്നും നമ്മുടെ ഈ പൈപ്പുകളിൽ കയറാത്ത രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൈവർട്ടറിൻ്റെ ഏരിയയിലേക്ക് വരുന്ന ഏരിയ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കാരണം ഡൈവർട്ടർ നമ്മൾ സെൻറ്ററിൽ വെച്ചു, അതായത് കുളിക്കുന്ന ഏരിയയിൽ വെച്ചു. അതിൽ നിന്നും ഏകദേശം ഒരടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടാണ് പൈപ്പുകൾ ഇറങ്ങുന്നത്. അതായത് വൺ സൈഡ് മാത്രമാണ്, അതിൻ്റെ വെള്ളം വരുന്ന ലെവലിൽ മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാം അറിയാൻ സാധിക്കും, ഡൈവർട്ടറിൻ്റെ ഏരിയകളെല്ലാം തന്നെ അത്യാവശ്യം പൈപ്പുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ സോപ്പ് ഡിഷ് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയാണ് പിടിപ്പിക്കുന്നത്. അത് നേരെ ഫ്ലോർ ടാപ്പോ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിലേക്ക് മാറ്റി നമ്മൾ ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റായിട്ട് കണ്ട് എല്ലാ ബാത്റൂമുകളും എല്ലാ വീടുകളിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഈ ഒരു സൈറ്റിലാണെങ്കിലും ഇതേ ഒരു ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വർഷങ്ങളോളം, അതായത് ചെയ്ത് പഠിക്കുന്ന സമയത്തിന് ഈ ലെവലിൽ ചെയ്ത് പഠിച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളിൽ ചെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതിലൂടെ പൈപ്പ് പോയിട്ടുണ്ട്, ഇതിലൂടെ പൈപ്പ് പോയിട്ടില്ല എന്ന് കറക്റ്റായിട്ട്, വാട്ടർ ലൈൻ പോയിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.